അപ്പോൾ ഗൈസ് നാളെ കർക്കിടകം ഒന്നല്ലേ, അപ്പം ഞാൻ തലേന്ന് ജസ്റ്റ് ഒന്ന് മൈലാഞ്ചൊക്കെ ഇട്ടു സംക്രമമായിട്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മൂനെ വിളിക്കാൻ വേണ്ടി പോവാം. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഞാൻ വണ്ടിയിലാണ് പോവുക സാധാരണ, പക്ഷെ ഒന്നും നടന്ന പോലെ ആയില്ലേ. അപ്പം നമുക്ക് വണ്ടിയിൽ പോവാം ഗൈസ്, നടന്ന് പോവാം. അപ്പോൾ ഗൈസ് ഞാൻ അവളെ വിളിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. ഇതാ കൊതിക്ക് തിരി മേടിച്ചിട്ടുണ്ട്. പിന്നെ അവളെന്താ ലേസിൻ്റെ മേടിച്ചാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് അവൾ ബസ് ഇറങ്ങിയിട്ട് ട്യൂഷന് പോയിട്ട് വരുന്നത് കാരണം കൊണ്ട് അവളെ അപ്പോൾ എനിക്ക് നടന്ന പോലെ ആയില്ലേന്ന് വെച്ചിട്ട് ഞാൻ വരികയാണ്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ ഈ സൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഏരിയ ഗൈസ്. കണ്ടല്ലേ, പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഞങ്ങളുടേത്. ഓക്കെ, സ്ഥലം പ്രകൃതി രമണീയമൊക്കെയാണ്, പക്ഷേ കുറച്ച് ആൾക്കാരുടെ മനോഭാവം ഇപ്പോഴും പണ്ടത്തെയാണ് ഗൈസ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ നമ്മളുടെ സ്ഥലവും നമ്മളിരിക്കുന്ന ചുറ്റുപാടൊക്കെ അടിപൊളിയാണ്. അതിൽ കുറച്ച് ആൾക്കാരുടെ ചിന്താഗതിയിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ചിന്താഗതിയിൽ കൂടെ പോകാൻ പറ്റില്ലല്ലോ, ബിക്കോസ് നമ്മൾ ഈ ജനറേഷനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് ഇതായിട്ട് പോകും. അതുകൊണ്ട് ഒരുപാടല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പണ്ടത്തെ ആ ഒരു ആൾക്കാരുടെ ആ ഒരു തോട്ടല്ലല്ലോ നമ്മളുടേത്, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടും സ്ഥലവും പ്രദേശങ്ങളും. അമ്മൂനെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു കുട്ടി ട്യൂഷൻ കഴിഞ്ഞിട്ട് പോവുകയാണ്. ഇനി ഞങ്ങൾ കുറച്ച് അപ്പുറം എത്തിയിട്ട് വേറൊരു സ്ഥലം കാണിച്ചു തരാം. ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗമാണ് ഇരട്ടക്കുളങ്ങര അമ്പലത്തിൻ്റെ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു തരാം. അതിൽക്കും കൂടി എടുക്കാനുള്ളത് നോക്കണം. ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഫ്രണ്ട് വശം കാണുന്നത് ഗൈസ്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ഞാൻ വീഡിയോയിൽ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് വേറൊന്നുമില്ല. പണ്ടത്തെ ചിന്താഗതി ഞാൻ ഉദ്ദേശിക്കാൻ കാരണം ഇപ്പം ഇങ്ങനെ ഫോണൊക്കെ ഇപ്പോൾ പിടിക്കുന്നത് കാരണം കൊണ്ട് അത്ര ഇവിടെ വിഷയമായിട്ട് തോന്നുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ ഞാനാണ് ആദ്യമൊക്കെ ഇങ്ങനത്തെ ഫോണൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് കുറേ കംപ്ലയിൻറ്റ്സ് ആയിരുന്നു, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് ഈ പറഞ്ഞ ആൾക്കാർ കാണിക്കുന്നത് കണ്ടാലോ ഗൈസ്. അപ്പം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞങ്ങളുടെ സ്ഥലം ഒന്നുകൂടി കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ നടന്ന് സമയം 7:50 ഗൈസ്. 7:50 അല്ല 6:50 അല്ലേ? ഇല്ല എൻ്റെ ബാഗ് മാത്രമേ ഉള്ളൂ, അത് വലിയ വിഷയമൊന്നുമില്ല. അതിനിപ്പോൾ എന്താ കുഴപ്പം അല്ലേ? പക്ഷെ അവൾക്ക് ഇഷ്ടമല്ല, എന്താ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു തന്നത് അതൊക്കെയാണ്. അതാണ് ഞങ്ങളുടെ ഏരിയൻ്റെ ഒരു പ്രത്യേകത എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ പിന്നെ നമ്മളതിനൊക്കെ മാറ്റുമല്ലോ, നമുക്ക് പിന്നെ അതൊരു വിഷയമല്ലല്ലോ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീടെത്താറായി. അങ്ങനെ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ വാക്കിംഗ് ബ്ലോഗ്. ടാറ്റാ ഗൈസ്.